മലയാളത്തിന്റെ സുഹൃതം എം.ടി. വാസുദേവൻ നായരുടെ കാൽപ്പാടുകൾ പതിഞ്ഞ കൂടല്ലൂർ. എം.ടിയുടെ ഹൃദയഭൂമി. ലോകത്തെവിടെയിരിക്കുമ്പോഴും എഴുത്തിൽ എം.ടി. അടിമുടി കൂടല്ലൂരുകാരനായിരുന്നു. നിളയും താന്നിക്കുന്നും മാടത്ത് തെക്കേപ്പാട്ട് തറവാടും നരിമാളൻ കുന്നും കുരുതിത്തറയും കണ്ണാന്തളിപ്പൂക്കളും ഭഗവതിക്കാവും നിഗൂഢങ്ങളായ നാട്ടു ഇടവഴികളും എല്ലാം എം.ടിയുടെ എഴുത്തിൽ ഇടം പിടിച്ചിരുന്നു. നിളയുടെ തീരത്തുള്ള എഴുത്തുകാരന്റെ മാടത്ത് തെക്കേപ്പാട്ട് തറവാട്ട് വീടാണിത്. കാലത്തിന്റെ കൽപ്പടവുകൾ കയറിച്ചെന്നാൽ എം.ടിയുടെ ഭാവനയെ വളർത്തിയെടുത്ത തറവാടിന്റെ പൂമുഖത്തെത്താം. എം.ടിയുടെ കഥാപാത്രങ്ങളാവാത്ത ആളുകൾ ഈ കൂടല്ലൂർ അങ്ങാടിയിൽ കുറവായിരുന്നു എന്ന് വേണം പറയാൻ. അത്രയേറെ ആത്മബന്ധമായിരുന്നു എം.ടിക്ക് തന്റെ നാടിനോട്. മലയാള നോവൽ സാഹിത്യത്തിൽ ഏറെ മാറ്റങ്ങൾക്ക് വഴിവെക്കുകയും എക്കാലവും ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത നാലുകെട്ടിലെ കഥാപാത്രമായിരുന്ന ചന്തുവിന്റെ മകൻ വിശ്വനാഥൻ അതെല്ലാം ഓർത്തെടുക്കുന്നുണ്ട്. നാലുകെട്ടിന്റെ അച്ഛൻ കഥാപാത്രം അന്നൊക്കെ അതിനെ കുറിച്ച് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അത്രയുള്ളൂ അറിയുള്ളൂ. അപ്പോൾ നാലുകെട്ടിൻ്റെ അച്ഛൻ കഥാപാത്രമായിരുന്നു എന്നുള്ള ആവേശത്തിലാണ് ആ നാലുകെട്ട് വായിക്കുക. വളരെ ചെറുപ്പത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ. കാരണം നോവൽ കഥാപാത്രമായി ഒരു മോശം നല്ല എഴുത്തുകാരൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി എന്നുള്ളത് ഒരു പുണ്യം തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. അപ്പോൾ ആ അഭിമാനത്തോടെയാണ് അന്ന് വായിച്ചിട്ടുള്ളത്. പിന്നെ നാലുകെട്ടെന്ന് മാത്രമല്ല, എം.ടിയുടെ എല്ലാ പുസ്തകങ്ങളിലും എല്ലാ രചനകളും വ്യത്യസ്തമായി അങ്ങനെ ആളിനില്ലല്ലോ. അപ്പോൾ എം.ടി പറഞ്ഞൊരു ഒരു യുഗപുരുഷനാണല്ലോ. ഒരു മതസംശയമില്ല. അദ്ദേഹത്തിൻ്റെ ഇതുപോലുള്ള ഓർമ്മകളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ഈ മരണം അഗാധമായി എം.ടി വിടവാങ്ങുമ്പോൾ മലയാളത്തിനൊപ്പം വിങ്ങുകയാണ് കൂടല്ലൂർ ഗ്രാമവും. NCV ന്യൂസ് തൃത്താല.